ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. അഗസ്ത്യമുനി ശ്രീരാമദേവനോട് ഈ വിശേഷം പറഞ്ഞ് മറ്റൊരു വിശേഷത്തിലേക്ക് കടന്നു. ശ്വേതന് ശാപമോക്ഷം കിട്ടിയ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ദണ്ഡകാരണ്യത്തിൻ്റെ കാര്യം പറയുവാൻ തുടങ്ങിയത്. നേരത്തെ സംസാരിക്കുമ്പോൾ അഗസ്ത്യമുനി സൂചിപ്പിച്ചിരുന്നു, അവിടെ തടാകത്തിൽ തെളിഞ്ഞ ജലമാണ് ഉള്ളതെന്നും ആ ജലം കഴിക്കുവാൻ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും എത്തുന്നുണ്ടായിരുന്നില്ല എന്ന്. അഗസ്ത്യമുനി ഏറെ സമയം ആ തടാകക്കരയിൽ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഒരു പക്ഷിയോ മൃഗമോ ആ തടാകത്തിൽ ജലപാനം ചെയ്യുവാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അഗസ്ത്യമുനി കണ്ടെത്തിയിരുന്നു. ഇഷാക്കു വംശത്തിലെ ഒരു വലിയ ചരിത്രമാണത്. ഇഷാക്കു വംശത്തിൽ ഇഷാക്കുവിന് 100 പുത്രന്മാരായിരുന്നു. ആ 100 പുത്രന്മാരിൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു ദണ്ഡൻ. ദണ്ഡൻ രാജാവായി രാജ്യഭാരം ഏൽക്കുകയും ഭരണം നടത്തുകയും ചെയ്തു. ദണ്ഡന് എല്ലാ കാര്യം ചെയ്യുവാനുള്ള പ്രാപ്തിയും കരുത്തും ഒക്കെയുള്ള ആളാണ്. പക്ഷെ ദണ്ഡന് വളരെ വലിയ അപകടം സംഭവിക്കുമെന്ന്, ദണ്ഡൻ്റെ രാജ്യത്ത് ഗുരുതരമായ പ്രതിസന്ധികളുണ്ടാകുമെന്ന് ദണ്ഡനെ മനസ്സിലാക്കിയ ജ്യോതിഷികളും മറ്റ് ജ്ഞാനികളുമൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷാക്കു തൻ്റെ പുത്രനായ ദണ്ഡനെ യാതൊരു തരത്തിലുള്ള അപകടം ഉണ്ടാകാത്ത നിലയിലുള്ള ഒരു രാജ്യം സൃഷ്ടിച്ചു. ഹിമവാനും വിന്ധ്യനും ഇടയ്ക്കുള്ള ഒരു ഭൂപ്രദേശം തിരഞ്ഞെടുത്ത് ഒരു ചെറിയ രാജ്യം സൃഷ്ടിച്ചു. ആ രാജ്യത്തിൻ്റെ രാജാവായി ദണ്ഡനെ വാഴിച്ചു. ദണ്ഡനിങ്ങനെ അവിടെ രാജാവായി വാഴുകയായിരുന്നു, എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി വാഴുകയായിരുന്നു. ആ ഇടയ്ക്കാണ് ശുക്രമഹർഷി അവിടെ ദണ്ഡകാരണ്യത്തിൽ തപസ്സിന് വന്നത്. മഹർഷി അവിടെ ഘോര തപസ്സനുഷ്ഠിച്ചു. തപശക്തി കൊണ്ട് ശുക്രമഹർഷിയുടെ കരുത്ത് ദേവന്മാർക്ക് പോലും ഭയമുളവാക്കുന്ന ഒന്നാണ്. ശുക്രമഹർഷിയുടെ ഒപ്പം മഹർഷിയുടെ മകൾ അരയും ഉണ്ടായിരുന്നു. അതിസുന്ദരിയായ മകളായിരുന്നു അര. ശുക്രാശ്രമത്തിന് സമീപമായി ഒരു ദിവസം ദണ്ഡൻ വരുമ്പോൾ ശുക്രമഹർഷിയുടെ മകൾ അരയെ അവിടെ കണ്ടു. അരയെ കണ്ടപ്പോൾ അരയെ സ്വന്തമാക്കുവാൻ ദണ്ഡന് മോഹമായി. ദണ്ഡൻ ഇക്കാര്യം അരയോട് തുറന്നു പറഞ്ഞു. പക്ഷേ അര സമ്മതിച്ചില്ല, താല്പര്യമുണ്ടായില്ല. ദണ്ഡൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു. അര സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, അരയ്ക്ക് ദണ്ഡനോട് ദേഷ്യം ഉണ്ടാവുകയും ചെയ്തു. ഈ സമയം ദണ്ഡൻ അരയെ ബലമായി കടന്നു പിടിച്ച് അരയെ കീഴ്പ്പെടുത്തി ബലാത്കാരം ചെയ്തു. ഇത് ഒരു വലിയ
പ്രശ്നമായി. ആരെ കരഞ്ഞുകൊണ്ട് തൻ്റെ പിതാവ് ശുക്രമഹർഷിയുടെ അടുത്തേക്കെത്തി ഉണ്ടായ സംഭവമെല്ലാം പറഞ്ഞു. ശുക്രമഹർഷി കോപം കൊണ്ട് ജ്വലിച്ചു. എന്തനാവശ്യവും രാജാവിന് കാണിക്കാം എന്ന് വരിക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഇതിനെന്ത് പ്രായശ്ചിത്തം ദണ്ഡനെ കൊണ്ട് ചെയ്യിച്ചാലും മതിയാവില്ല. ദണ്ഡൻ്റെ അഹങ്കാരമാണ്. ശുക്രമഹർഷി തൻ്റെ യാഗം അവസാനിപ്പിച്ച് നേരെ ദേവേന്ദ്രനെ കണ്ടു. ദേവേന്ദ്രനോട് ഈ ദണ്ഡൻ കാണിച്ച അനാവശ്യത്തെക്കുറിച്ച് രൂക്ഷമായി തന്നെ സംസാരിച്ചു. ദണ്ഡനോട് ഇതിന് പ്രതികാരം വീട്ടണം ദേവേന്ദ്രനോട് ശുക്രമഹർഷി ആവശ്യപ്പെട്ടു. ദണ്ഡകാരണ്യം നശിപ്പിക്കണം. ഇനി ആ രാജ്യം വേണ്ട. ശുക്രമഹർഷിയുടെ ആജ്ഞയാണ് ദേവേന്ദ്രനോട്. ശുക്രമഹർഷിയെ ഒരു നിലയിലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഗുരുവാണ് ദേവേന്ദ്രൻ. ശുക്രമഹർഷിയുടെ ആജ്ഞ ഉൾക്കൊണ്ടുകൊണ്ട് ദണ്ഡകാരണ്യത്തിലേക്ക് അഗ്നി വർഷിച്ചു. ആ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ ജീവജാലങ്ങളും കത്തി നശിച്ചു. അതൊരു മണലാരണ്യമായി മാറി. അതുകൊണ്ടാണ് ഈ ദണ്ഡകാരണ്യത്തിൽ ഒരു ജീവിയുമില്ലാത്തത്. അവിടെ പക്ഷികളോ മൃഗങ്ങളോ ഒരു ജീവിയുമില്ലാത്ത സാഹചര്യം വന്നുവിട്ടത് അതുകൊണ്ടാണ്. ആ ദണ്ഡകാരണ്യത്തിൽ വെച്ചാണ് നാം ഈ ശോധന കണ്ടത്. ശോധന മോക്ഷം നൽകിയതും എന്ന് അഗസ്ത്യമുനി ശ്രീരാമദേവനോട് പറഞ്ഞു. ശ്രീരാമദേവൻ ഇതൊക്കെ കേട്ട് അന്ന് രാത്രി അവിടെ സന്തോഷപൂർവ്വം നിദ്രയിലായി. പിറ്റേന്ന് രാവിലെ അഗസ്ത്യമുനിയോട് യാത്ര പറഞ്ഞ് പുഷ്പവിമാനത്തിൽ അയോധ്യയിൽ എത്തിച്ചേർന്നു. അയോധ്യയിൽ എത്തിച്ചേർന്ന ശ്രീരാമദേവൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു. ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞ് ശ്രീരാമദേവൻ പറഞ്ഞു, നാം ഇങ്ങനെ ആലോചിക്കുകയാണ്, നമുക്കൊരു യാഗം നടത്തിയാലോ? കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. നമുക്കൊരു യാഗം നടത്തിയാലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ മൂവരും യാഗം നടത്തണം. അത് എന്ത് യാഗം വേണം, എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായം പറയാൻ തുടങ്ങി.